ഹായ്, നമുക്കിത് ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് ഇന്നൊരു ഡ്രീം കേക്ക് ഉണ്ട്. അതിനാദ്യം ഒരു ജാർ എടുക്കുക. നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബോർബോണ്ട് ബിസ്ക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ലോണം അത് പൊടിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ജാറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് ലേശം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഞാൻ ആദ്യം ഫോർക്ക് വെച്ചിട്ടാണ് ഇളക്കി കൊടുത്തത്. അതിനുശേഷം സാധാ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു. അങ്ങനെ ഇത് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം എടുക്കുക. ഞാനിവിടെ ലഞ്ച് ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് ഞാൻ നെയ്യ് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്ററി അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ബബിൾസ് ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഞാനിത് വെച്ചപ്പോൾ തന്നെ ഒരു വശം ചെരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കേക്ക് ചെരിഞ്ഞിട്ട് ഉണ്ടാവും എന്നൊക്കെ ഡൗട്ട് ഉള്ളതുപോലെ തന്നെ ചെരിഞ്ഞിട്ട് തന്നെ കിട്ടിയത്. ബിസ്ക്കറ്റ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിന് കുറച്ച് കട്ടി ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ അകത്തേക്ക് ഒഴിക്കേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാം. അതിന് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലേശം പഞ്ചസാര ഇട്ട് നല്ലോണം ഇളക്കി വെച്ചിട്ട് ആ കേക്കിൻ്റെ കഷ്ണം ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് വേവിക്കാൻ എടുത്ത പാത്രത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെയർ എടുത്തിട്ട് അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഫ്രഷ് ക്രീം എടുത്ത് ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം ചെറിയൊരു ഡയറി മിൽക്ക് എടുത്ത് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ആ മെൽറ്റ് ചെയ്തത് ബാക്കി വന്ന ഫ്രഷ് ക്രീമിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് അതും അടുത്ത ലെയറായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽക്കി ബാർ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു ലെയറായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ബാക്കി വന്ന ഡയറി മിൽക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 5 രൂപേൻ്റെ ഒരു ബൂസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നേരെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ഇത് ഞാൻ തണുപ്പിച്ച് കൊണ്ടുവന്നതാണ്. കേക്കിന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിന് വലിയ പ്രതീക്ഷ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല തുറക്കുമ്പോൾ. അപ്പോൾ ഇന്ന് എൻ്റെ കേക്ക് ടേസ്റ്റ് ചെയ്യാൻ എൻ്റെ അസിസ്റ്റൻസിൽ ഒരാളെ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഡ്രീം കേക്കൊക്കെ കഴിക്കുന്ന വീഡിയോസിൽ കാണുന്നത് പോലെ തന്നെ അതിങ്ങനെ പൊട്ടിച്ച് അത് ഒരു പീസ് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഇത് കഴിക്കാൻ അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല. ഓരോരോ സ്പൂൺ എടുക്കുമ്പോഴും വേണം തോന്നുന്ന രീതിയിലുള്ള ടേസ്റ്റ് ഇതിനുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ദച്ചുടനും ഭയങ്കര ഇഷ്ടമായി. ടോട്ടൽ 145 രൂപയാണ് നമുക്ക് ഈ ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലവായത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പോൾ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.